പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ സൂപ്പർ കപ്പിലെ ഇത്തവണത്തെ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങളിൽ മൂന്നാമത്തെ ക്വാർട്ടർ ഫൈനൽ മത്സരമാണ് ഇന്ന് വൈകിട്ട് നടന്നത്. ആദ്യ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ വീഴ്ത്തിക്കൊണ്ട് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് സെമിയിലേക്ക് മുന്നേറിയിരുന്നു. അതുപോലെ തന്നെ ഇന്നലെ രാത്രി നടന്ന മത്സരത്തിൽ പഞ്ചാബിനെ വീഴ്ത്തിക്കൊണ്ട് FC ഗോവയും സെമിയിലേക്ക് മുന്നേറിയിരുന്നു. എന്നാൽ ഇന്ന് വൈകിട്ട് നടന്ന മത്സരത്തിൽ മുംബൈ സിറ്റിയും അതുപോലെ ഇന്റർ കാശിയും തമ്മിലുള്ള പോരാട്ടമായിരുന്നു നടന്നത്. എന്നാൽ ഇപ്പോൾ ഇന്റർ കാശിയെ എതിരില്ലാത്ത ഒരു ഗോളിന് തകർത്തുകൊണ്ട് മുംബൈ സിറ്റി ഇപ്പോൾ സൂപ്പർ കപ്പിന്റെ സെമി ഫൈനലിലേക്ക് നിലവിൽ യോഗ്യത നേടിയിരിക്കുകയാണ്. എന്നാൽ നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. അതിനുമുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം 80% പേരും ചാനൽ ഇതുവരെയായിട്ടും ഒന്നും സബ്സ്ക്രൈബ് ഇല്ല. അതുകൊണ്ട് ദയവായി എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ തന്നെ കിടക്കാം. ഏതായാലും ഇന്ന് നടന്ന സൂപ്പർ കപ്പിലെ ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ മുംബൈ സിറ്റി ഒരു തകർപ്പൻ വിജയമാണ് നിലവിൽ സ്വന്തമാക്കിയിട്ടുള്ളത്. എതിരില്ലാത്ത ഒരു ഗോളിനാണ് ഇന്റർ കാശിയെ ഇപ്പോൾ മുംബൈ സിറ്റി പരാജയപ്പെടുത്തിയിട്ടുള്ളത്. കൂടാതെ ഇപ്പോൾ ഐ ലീഗ് ക്ലബ്ബുകളിൽ എല്ലാ ക്ലബ്ബുകളും ഇപ്പോൾ സൂപ്പർ കപ്പിൽ നിന്നും പുറത്തായിട്ടുണ്ട്. ചർച്ചിൽ ബ്രദേഴ്സ് ആദ്യം തന്നെ സൂപ്പർ കപ്പിൽ നിന്നും പിന്മാറിയിരുന്നു. പിന്നീട് ഗോകുലം കേരള ഗോവയോട് പരാജയപ്പെട്ട് പുറത്തായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇന്റർ കാശി ഇപ്പോൾ തോറ്റ് പുറത്തായിട്ടുള്ളത്. എതിരില്ലാത്ത ഒരു ഗോളിനാണ് ഇന്റർ കാശി പരാജയപ്പെട്ടിട്ടുള്ളത്. കൂടാതെ ലാലൻസ് വാല ചാങ്തെയാണ് ഇന്നത്തെ മത്സരത്തിൽ മുംബൈക്ക് വേണ്ടി വിജയ ഗോൾ നേടിയത്. കഴിഞ്ഞ മത്സരത്തിലും അദ്ദേഹം മുംബൈക്ക് 2 ഗോളുകൾ നേടിയിരുന്നു. അതുപോലെ തന്നെ ഈ മത്സരത്തിലും അദ്ദേഹം മുംബൈക്കായി വല കുലുക്കിയെന്നതാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം. എന്തായാലും ഇപ്പോൾ മുംബൈ സിറ്റി സെമിയിലേക്ക് ഇപ്പോൾ യോഗ്യത നേടിയിട്ടുണ്ട്. ഇന്ന് രാത്രി നടക്കുന്ന മറ്റൊരു ക്വാർട്ടർ ഫൈനൽ മത്സരമായ ജംഷഡ്പൂരും അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റും തമ്മിലുള്ള മത്സരത്തിൽ ആരാണോ വിജയിക്കുക ആ വിജയി ആയിരിക്കും സെമിയിൽ മുംബൈയുടെ എതിരാളിയായിട്ട് വരിക. എന്തായാലും മുംബൈയുടെ എതിരാളികൾ ആരാണെന്ന് നമുക്ക് ഇന്ന് ഏകദേശം 10 മണിയോട് കൂടി തന്നെ അറിയാൻ സാധിക്കുമെന്നാണ് നിലവിൽ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇപ്പോൾ മുംബൈ സിറ്റി എതിരില്ലാത്ത ഒരു ഗോളിന് വിജയിച്ചുകൊണ്ട് ഇപ്പോൾ സെമിയിലേക്ക് യോഗ്യത നേടിയിരിക്കുകയാണ്.